നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 718th day. Today 37th sloka of Pradhama Skandha 6th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 718 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 37ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 37ാമത്തെ ശ്ലോകം. സർവം തദിദമാഖ്യാതം യത്പൃഷ്ടോഹം ത്വയാ നഘ. ജന്മകർമ്മരഹസ്യം മേ ഭവതശ്ചാത്മതോഷണം. സർവം തദിദമാഖ്യാതം യത്പൃഷ്ടോഹം ത്വയാ നഘ. ജന്മകർമ്മരഹസ്യം മേ ഭവതാത്മതോഷണം. ഓം തത്സത്. സർവം പാദം പിരിക്കേണ്ടത്. സർവം തത് ഇത് ആഖ്യാതം യത് പൃഷ്ടോഹം ത്വ അനഘ. ത്വയാ അനഘ. ഓം ശ്രീകൃഷ്ണായ നമഃ. ജന്മ കർമ്മ രഹസ്യം മേ ഭവത ആത്മതോഷണം. അതായത് അനഘ എന്ന് പറഞ്ഞാൽ പാപരഹിത. ത്വയാ അങ്ങയാൽ. അഹം പൃഷ്ടോഹം. യത് പൃഷ്ട അഹം എന്നാണ് അവിടെ വരിക. യത് പൃഷ്ടോഹം എന്നുള്ളത് യത് പൃഷ്ട അഹം. യത് പൃഷ്ട എന്ന് പറഞ്ഞാൽ യാതൊന്നിനെ പിടിച്ച് പൃഷ്ട എന്ന് പറഞ്ഞാൽ ചോദിച്ചുവോ, യാതൊന്നിനെക്കുറിച്ച് ചോദിച്ചുവോ. അഹം ഞാൻ. യത് പൃഷ്ടോഹം ഏതൊന്നിനെക്കുറിച്ച് ചോദിച്ചുവോ ഞാൻ. ത്വയാ എന്ന് പറഞ്ഞാൽ അങ്ങയാൽ, പാപരഹിതനായിട്ടുള്ള അങ്ങയാൽ യാതൊന്നിനെക്കുറിച്ച് ചോദിച്ചുവോ. ജന്മകർമ്മ രഹസ്യം. ജന്മത്തിൻ്റെയും കർമ്മത്തിൻ്റെയും രഹസ്യവും ഭവത ഭവാൻ്റെ ആത്മതോഷണം മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതുമായിട്ടുള്ള തത് ഇത് സർവം ആ ഇത് മുഴുവനും ആഖ്യാതം പറയപ്പെട്ടു. മേ എന്ന് പറഞ്ഞാൽ എൻ്റെ മേ ജന്മകർമ്മ രഹസ്യം എന്നാണ് വരിക. എൻ്റെ ജന്മത്തിൻ്റെയും കർമ്മത്തിൻ്റെയും രഹസ്യം മുഴുവൻ അവിടുന്ന് ചോദിച്ചത് ഞാൻ മുഴുവനും എന്നാൽ പറയപ്പെട്ടു എന്നാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഇതിൽ പറയുന്നത്. അനഘ എന്ന് പറഞ്ഞാൽ പാപരഹിത. വ്യാസമുനിയെയാണ് നാരദർ അനഘ എന്ന് വിളിക്കുന്നത്. നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഈ അനഘ എന്നുള്ള ഇത് ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും കാണാം. പാപം നശിച്ചവനെ, പാപമില്ലാത്തവനെ, പാപരഹിതനായിട്ടുള്ളവനെ എന്നാണ് അതിൻ്റെ അർത്ഥം. ത്വയാ എന്ന് പറഞ്ഞാൽ അങ്ങയാൽ, അഹം ഞാൻ, അങ്ങനെ. പൃഷ്ടം എന്ന് പറഞ്ഞാൽ ചോദിച്ചു. അതായത് അങ്ങയാൽ ചോദിക്കപ്പെട്ടതായ എൻ്റെ ജന്മകർമ്മ രഹസ്യം മുഴുവനും ഞാൻ അങ്ങയുടെ ആത്മതോഷണത്തിന് വേണ്ടി, ആത്മസന്തോഷത്തിന് വേണ്ടി ഉള്ള മാർഗവും എല്ലാം ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു. ശ്രീ വ്യാസമുനി ഗംഗാനദിയുടെ തീരത്തിരുന്നു കൊണ്ട് എന്തോ ഒരു അസ്വാസ്ഥ്യം, മഹാന്മാർക്ക് തൻ്റെ വിഷമത്തിനല്ല ഉണ്ടാവുക, മറ്റുള്ളവർക്ക് താൻ ചെയ്തത് എന്തോ പോരാ, എന്തോ ഒരു തൃപ്തി കുറവുണ്ട്
ഈ വേദങ്ങളൊക്കെ വ്യസിച്ചു, ഇതിഹാസവും പുരാണവും ഒക്കെ രചിച്ചു. എന്നിട്ടും എന്തോ ഒരു തൃപ്തികേട് വ്യാസമഹർഷിക്ക് തോന്നുകയും അങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ഗംഗാതീരത്തിരിക്കുമ്പോൾ നാരദർ അവിടെ പ്രത്യക്ഷപ്പെട്ട് നാരദരും വ്യാസരും തമ്മിലുള്ള സംഭാഷണമാണ് കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളിലും അധ്യായങ്ങളിലുമായിട്ട് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിൻ്റെ മനസ്സിൻ്റെ പ്രസാദക്കുറവിന്, അതായത് എന്തുകൊണ്ടാണ് പ്രസാദക്കുറവ് എന്ന് നാരദർ പറഞ്ഞു കൊടുത്തു. അതായത് ഭഗവാനെ പറ്റി മാത്രം അവിടുന്ന് ഒരു ഗ്രന്ഥം രചിച്ചിട്ടില്ല. പലതും രചിച്ചിട്ടുണ്ടെങ്കിലും ഭഗവാന്റെ മാത്രം മഹിമയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മനുഷ്യന് എങ്ങനെ ഉദ്ധാരണം ചെയ്യാം, ഒരു സാധാരണക്കാരൻ എങ്ങനെ ഭഗവാനെ അറിയാം എന്നുള്ളതിനുള്ള ഒരു ഗ്രന്ഥം അവിടുന്ന് രചിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ഗ്രന്ഥം അവിടുന്ന് രചിക്കണം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അത് എങ്ങനെ ഒരു സാധാരണക്കാരന് ഭഗവത് ഭക്തി കൊണ്ട് ഉയരാമെന്ന് തൻ്റെ പൂർവ്വകഥയെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്ത് ഇപ്പോൾ ആ പറഞ്ഞു കൊടുത്തതൊക്കെ ഇവിടെ സമാഹരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് മനഃപ്രസാദത്തിനുള്ള മനഃപ്രസാദം ഉണ്ടാകേണ്ട മാർഗവും പിന്നീട് എൻ്റെ ജന്മകർമ്മ രഹസ്യവും ഒക്കെ ഞാനിതാ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു, പാപരഹിതനായിട്ടുള്ള മുനിയെ എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. സർവം തദിദമാഖ്യാതം യത്പൃഷ്ടോഹം ത്വയാ നഘ ജന്മകർമ്മരഹസ്യം മേ ഭവതശ്ചാത്മതോഷണം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ സൗഭാഗ്യവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.